ഇത് തിരുമുല്ലവാരമാണ്. അച്ഛനും അമ്മയ്ക്കും ബലിയിടുന്ന സ്ഥലങ്ങളാണ്. ബലിയിടുന്നതിന് മുമ്പേ കുളിച്ച് വൃത്തിയായി വേണം ബലിയിടാൻ പോകേണ്ടത്. ഇത് കടവാണ്. എല്ലാ ആൾക്കാരും വന്ന് വൃത്തിയായിട്ട് കുളിച്ച് ഇവിടുന്ന് ബലിപ്പുരയിൽ പോയി ബലിയിടും. ഇപ്പോൾ സീസണല്ലാത്തതിൻ്റെ ഫലമായിട്ട് ആൾക്കാർ വളരെ കുറവാണ്. വീട്ടിലെ ഏതെങ്കിലും അച്ഛനും അമ്മയുടെ ആണ്ട് നടത്തുന്ന സമയത്ത് ആണ്ടിൻ്റെ പൂജ കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം കാലത്തെ വന്ന് ഇവിടെ വന്ന് ബലിയിടുകയാണ് ചെയ്യുന്നത്. ഇത് തിരുമുല്ല വാരമാണ്. ഇത് ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലമാണ്. ബലിതർപ്പണം ചെയ്യിപ്പിക്കേണ്ട വയ്ക്ക് വേണ്ടിയുള്ള പൂജാരിമാരാണ് ഇരിക്കുന്നത്. അവരാണ് ഈ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ബലിതർപ്പണം ചെയ്യുന്ന പുഴയുടെ പടിഞ്ഞാറ് വശത്ത് കടലാണ്. ആ കടൽ വളരെ പ്രക്ഷോഭത്തിലാണിപ്പോഴാണ്. മാത്രവുമല്ല, ഈ ബലിതർപ്പണം ചെയ്യുന്ന ഭാഗത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കടലാണെങ്കിൽ തന്നെയും ബോട്ടുകളോ കപ്പലുകളോ മറ്റ് വാഹനങ്ങളൊന്നും ഈ കടലിൽ കൂടെ പോകുന്നതല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് തെക്ക് വടക്കാട്ട് കടലിൻ്റെ നടുക്ക് കല്ല് കിളിച്ച് കിടപ്പുണ്ട്. ഈ കല്ല് കിളിച്ച് കിടക്കുന്നതിൻ്റെ ഫലമായിട്ട് കപ്പലോ ബോട്ടോ ഒന്നും ഇതിലേക്കൂടെ പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അത്ര പവിത്രമായിട്ട് ദൈവം ഇവിടെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. ബാഹ്യ ഇടപെടൽ ഉണ്ടാകാതിരിക്കേണ്ട വഴിക്ക് വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. കടലിനകത്ത് കല്ല് കിളിച്ച് വഴിയെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് അറിയാതെ ആരെങ്കിലും കപ്പലോ ബോട്ടോ വല്ലതും വരുവാണെങ്കിൽ ഇവിടെ അപകടത്തിൽപ്പെടുന്നതായിരിക്കും. തിരുമുല്ല വാരത്തിൽ പിണ്ടമിടുന്നതിന് മുമ്പേ, അതായത് ബലി നടത്തുന്നതിന് മുമ്പേ ഉള്ള ക്രമങ്ങളാണ് ഈ നടക്കുന്നത്. ഈ കിണ്ടിയിൽ വെള്ളം നിറച്ച് ആൾക്കാർ ബലിപീഠത്തിലേക്ക് പോവുകയാണ്.
ബലിയിടുന്നതിന് മുമ്പേ റെസിപ്റ്റ് വാങ്ങണം. റെസിപ്റ്റ് വാങ്ങുന്നതിന് ഒരു നിശ്ചിത തുക ഇവിടെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ റെസിപ്റ്റ് കൈ കിട്ടും. അതിനോടുകൂടി ബലി ആരംഭിക്കുന്നതായിരിക്കും. വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടുത്തെ ആൾക്കാർ. മാത്രമല്ല ബലിയിടാൻ വരുന്നവരും ഇവിടുത്തെ ആൾക്കാരും തമ്മിലുള്ള ഉടക്ക് നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള രോഗക്ലേശങ്ങളൊക്കെ ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റാത്ത, തറയിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. അതിനകത്ത് ചെറിയ സ്റ്റൂള് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റൂള് കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് പല ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എപ്പോഴും ഉടക്ക് നടക്കാനുള്ള സാഹചര്യമാണ് ഉടക്ക് നടക്കുന്നതുമുണ്ട്. തിരുമുല്ല വാരത്തിൽ പോയി ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും രണ്ടു വശത്ത് കാണുന്ന മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ പൂജയും മറ്റു കർമ്മങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിരിക്കുന്ന പിണ്ടകർമ്മങ്ങളും ബലികളും ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ. അതാണ് ആചാരം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.